നിന്റെ കണ്ണിൽ കോലിരിക്കുമ്പോൾ നീ സഹോദരനോട്, നിന്റെ കണ്ണിൽ നിന്ന് കരടിനെ ഞാൻ എടുത്തു കളയട്ടെ എന്ന് ചോദിക്കുന്നതെന്ത്? കപടഭക്ത, ആദ്യമായി നീ സ്വന്തം കണ്ണിൽ നിന്ന് കോലിനെ മാറ്റിക്കളയുക. അപ്പോൾ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരട് മാറ്റുവാൻ നിനക്ക് സ്പഷ്ടമായ കാഴ്ചയുണ്ടാകും. എപ്പോഴും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ അയൽക്കാരിയുടെ വീട്ടിലേക്ക് നോക്കിയപ്പോൾ അവളുടെ ജനാലയുടെ കണ്ണാടി മുഴുവൻ ചെളി പിടിച്ചത് കണ്ട് അയൽക്കാരിയെ കുറ്റപ്പെടുത്തി. അവളുടെ വികാരിയച്ഛൻ ഭവന സന്ദർശനത്തിന് വന്നപ്പോൾ അയൽക്കാരിയുടെ ശുചിത്വമില്ലായ്മയെ കുറിച്ച് കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഇത് കേട്ട വികാരിയച്ഛൻ സ്വന്തം ജനാലയുടെ കണ്ണാടി തുടച്ചു വൃത്തിയാക്കുവാൻ അവളോട് ആവശ്യപ്പെട്ടു. അവൾ അപ്രകാരം ചെയ്തു. അവൾ പറയുകയാണ്, ഞാൻ എൻ്റെ ജനാലയുടെ കണ്ണാടി തുടച്ചു വെടിപ്പാക്കിയപ്പോൾ എൻ്റെ അയൽക്കാരിയും അവളുടെ ജനാലയുടെ കണ്ണാടി തുടച്ചു വെടിപ്പാക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അയൽക്കാരിയുടെ കണ്ണാടി എന്നും വെടിപ്പുള്ളതായിരുന്നു. ചെളി പുരണ്ട കണ്ണാടിയിൽ കൂടി നോക്കിയപ്പോഴാണ് അയൽക്കാരിയുടെ കണ്ണാടി ചെളി പുരണ്ടതായി തോന്നിയത്. നമ്മുടെ വിമർശന ദൃഷ്ടിയാണ് മറ്റുള്ളവരുടെ നന്മയോ നേട്ടമോ കാണാൻ കഴിവില്ലാത്തവരാക്കി നമ്മെ മാറ്റുന്നത്. ഈ പരിശുദ്ധ നോമ്പിൽ മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ ഉള്ളറകളിലേക്ക് നോക്കാം. നമ്മുടെ കുറവുകളെ തിരിച്ചറിയാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, എന്നിലെ കുറവുകളെ തിരിച്ചറിയുവാൻ എന്നെ അവിടുന്ന് പ്രാപ്തനാക്കണമേ. മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിന് പകരം എന്നിലേക്ക് തന്നെ എൻ്റെ ദൃഷ്ടിയെ തിരിക്കുവാനും തിരിച്ചറിഞ്ഞ കുറവുകളെ പരിഹരിക്കുവാനും എനിക്കിടയാകണമേ. ആമീൻ.